പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് വളരെ രസകരവും എന്നാൽ വളരെ ഗൗരവമുള്ളൊരു വാർത്തയാണ്. ആ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ, അതിവിടെ രമേശ് ചെന്നിത്തല നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ്റെ ഭാഗമായി ചെറിയ ചെറിയ ആളുകളെയൊക്കെ പിടിച്ചിട്ടുണ്ട്. വലിയ ഒരാളെപ്പോലും ഇതുവരെ പിടിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം നിരവധി മത സാമുദായിക നേതാക്കളെയൊക്കെ തന്നെ സന്ദർശിക്കുകയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കും ചില ബിഷപ്പുമാർക്കുമൊക്കെ തന്നെ തൂഫാൻ വാരിയർ എന്ന് പറയുന്ന ഒരു പട്ടം ചാർത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളാരും വിചാരിച്ചു കളയത് ഇത് കേരളശ്രീയെ പോലെയോ അല്ലെങ്കിൽ പത്മഭൂഷൺ പോലെയുള്ളൊരു പദവിയല്ല. തൽക്കാലം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ പട്ടം അവ നൽകുകയാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. എന്നെ കാണുമ്പോൾ അദ്ദേഹം എൻ്റെ നെഞ്ചത്തും അത് കുത്തി തരുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതല്ല നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതിഗംഭീരമായിട്ടുള്ള നിർദ്ദേശങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ മുതിർന്ന ഷൂറ അംഗമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹം വന്നിരിക്കുകയാണ് ഒരു 18 നിർദ്ദേശങ്ങളുമായി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ വളരെ നല്ല നിർദ്ദേശങ്ങളാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു നോക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും അത് ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഞാനിപ്പോൾ 18 നിർദ്ദേശങ്ങളും ഇവിടെ പറയുന്നില്ല, പക്ഷേ ഏതാനും ചില നിർദ്ദേശങ്ങൾ പറയാം. അതിലേറ്റവും ആദ്യത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സമുദായത്തിൽ, അതായത് മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ ആരെങ്കിലും ഇതുപോലെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നേരെ ചെല്ലുന്നു. അവരെ കാണണം, കണ്ടിട്ട് നമ്മൾ അവരോട് സംസാരിക്കണം. അവരോട് ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെടരുത്, ചൂടാകരുത്. പലപ്പോഴും സ്നേഹമസൃണമായി പെരുമാറണം. വേണമെങ്കിൽ നമുക്കിപ്പോൾ ലക്ഷ്മിപ്രിയൊക്കെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഒരു മുത്തം കൊടുത്താൽ പോലും തെറ്റില്ല. അവർ അനുവദിക്കുമെങ്കിൽ മാത്രം. സ്ത്രീകളാണെങ്കിൽ നമ്മൾ ആ കാര്യത്തിന് മുതിരരുത്. കേസ് വേറെയാവും, പണി വേറെ പോകും, കേസ് മാറിപ്പോകും. അതുകൊണ്ട് അത് പ്രശ്നമാവും. പക്ഷേ ആണുങ്ങളാണെങ്കിൽ അത് ചെയ്താൽ പോലും തെറ്റില്ല. എന്നിട്ട് നമ്മൾ അവരോട് മതഗ്രന്ഥങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യണം, അതൊക്കെ വായിക്കാൻ പറയണം, അതിൻ്റെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ആയത്തുകളിലും ഹദീസുകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഖുറാനിലോ അല്ലെങ്കിൽ ഇസ്ലാം രീതികളനുസരിച്ചോ ഇത് അങ്ങേയറ്റം തെറ്റാണെന്ന് പറയുകയും അങ്ങനെ അവരതിൽ നിന്ന് പിന്മാറുകയും വേണം. വെറുതെ ഈ തൂഫാൻ കേരള പോലീസ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്ന ഏറ്റവും അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ നിരവധി കാര്യങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ സമുദായത്തിനകത്ത് തന്നെ ആരെങ്കിലും ഇതിൻ്റെയൊക്കെ അതായത് സ്റ്റാമ്പ്, MDMA ഇതൊക്കെ കഴിച്ചിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർ വിൽപ്പന നടത്തുന്ന ആളുകളുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ അവരോടും നമ്മൾ ചെന്നിട്ട് ഒരു കാരണവശാലും ദേഷ്യപ്പെടരുത്, ചൂടാകരുത്. പകരം അവരെ നമ്മൾ സമുദായത്തിൽ നിന്ന് നേതാക്കന്മാർ ഇതുപോലെയുള്ള പണ്ഡിതരായിട്ടുള്ള നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പോലെയുള്ള ആളുകൾ സമീപിക്കുകയും അവരോടും വളരെ സ്നേഹമസൃണമായി സംസാരിക്കുകയും ഇത് എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്, ഇത് നമ്മുടെ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് നമ്മുടെ ഖുറാനിലോ അല്ലെങ്കിൽ ആയത്തുകളിലോ ഹദീസിലോ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് നീ നേർവഴിക്ക് വരണം എന്ന് പറഞ്ഞ് അവരെയും നേർവഴിക്ക് കൊണ്ടുവരണം എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അവരോട് നമ്മൾ ദേഷ്യപ്പെടരുത്, സ്നേഹമസൃണമായി തന്നെ പെരുമാറണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് ഈ തൂഫാൻ എന്ന് പറയുന്നത് നമുക്ക് വിജയകരമാക്കാം എന്നുള്ളതാണ് ഷൂറ അംഗം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ സംശയിക്കുന്നില്ല കേട്ടോ. കാരണം പണ്ടൊരിക്കൽ VD സതീശൻ നമ്മളോടൊരു നുണ പറഞ്ഞിരുന്നു. ആ നുണ പറഞ്ഞത് നിലമ്പൂരിലെ ഇലക്ഷനിലാണ്. എനിക്കിപ്പോഴും ആ പത്രസമ്മേളനം ഓർമ്മയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു നുണ പറഞ്ഞിരുന്നു. ആ നുണ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറൊക്കെ തന്നെ വന്ന് പലവട്ടം പറഞ്ഞ നുണയാണ്. പക്ഷെ അവരൊന്നും പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചില്ല. അതുകൊണ്ട് വിശ്വസിക്കാത്തതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി VD സതീശനെ കൊണ്ടുകൂടി അത് പറയിപ്പിച്ചു. ആദ്യമായിട്ടായിരിക്കും കേരള ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് വന്നിട്ട് വേറൊരു സംഘടനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അവരുടെ വിഷമൊക്കെ ഇപ്പോൾ ഇല്ലാതായി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂർഖന് വിഷമില്ല എന്ന് പറയുന്നതിന് പോലെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വാസ്തവം. നമ്മളൊക്കെ അത് വിശ്വസിക്കണോ വേണ്ടേ, സതീശനല്ലേ എന്നൊക്കെ പറഞ്ഞ് സംശയിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല, നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മതരാഷ്ട്രവാദം പ്രാർത്ഥനകൾ പോലും പൂർത്തിയാകണമെങ്കിൽ തീർച്ചയായിട്ടും മതരാഷ്ട്രവാദം ഇവിടെ സ്ഥാപിക്കപ്പെടണം. അതുവരെയുള്ള താൽക്കാലിക അഡ്ജസ്റ്റ്മെൻ്റാണ് ഈ പള്ളികളും അതുപോലെ തന്നെ പല ഈ പറയുന്ന അവരുടെ സ്ഥാപനങ്ങളൊക്കെ തന്നെ. യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് മതരാഷ്ട്രവാദത്തിൻ്റെ സ്ഥാപനമാണ് എന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു ധീരനാണ് നമ്മുടെ ഷൂറ പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അദ്ദേഹത്തിന് കപടതയും കളവൊന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുള്ളി വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ നമ്മുടെ അഭ്യാസമാണെന്ന്. പിന്നെ ഇതിന് മുമ്പുണ്ടായിരുന്ന അവരുടെ ഒരു വലിയ നേതാവ് കൂടി വന്നിട്ട് പറഞ്ഞു ഈ ജനാധിപത്യം അതുപോലെ മനുഷ്യാവകാശം എന്നൊക്കെ നമ്മൾ തരികിടയൊക്കെ വെറുതെ പറയും, പക്ഷേ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം ഇതാണ് എന്നുള്ളത് കൂടി പറഞ്ഞു. അപ്പോൾ ഇനി മുതൽ എനിക്ക് പറയാനുള്ളത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും കൂട്ടരുമൊക്കെ തന്നെ ഉടനെ തന്നെ
തൊപ്പി ഗ്യാങ് എന്നറിയപ്പെടുന്ന ഒരു ഗ്യാങ്ങൊക്കെ ഉണ്ട്. ആ തൊപ്പി ഗ്യാങ്ങിലെ ആളുകളൊക്കെ ചെന്ന് തന്നെ കാണുകയും ആ തൊപ്പിയെ കെട്ടിപ്പിടിക്കുകയും ആദ്യമേ തന്നെ ഉമ്മം വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം അവൻ ചില കുഴപ്പങ്ങളുള്ള ഒരാളാണ്. കാരണം അവന് ഓപ്പോസിറ്റ് സെക്സിനോട് മാത്രമല്ല താല്പര്യം എന്നുള്ളതൊക്കെ ആലോചിക്കണം. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞ് കണ്ട് തിരുത്തും. ഇനിയിപ്പോൾ വെറുതെ രമേശ് ചെന്നിത്തലക്കോ കേരള പോലീസിനൊന്നും വലിയ പണിയുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നൊരു കാര്യം. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത് നമുക്ക് ഇവിടെ തന്നെ നിർത്തിയാൽ പോരാ. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇത് അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്നാണ്. എന്താണ് അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം ഏറ്റെടുത്തപ്പോൾ തുള്ളിച്ചാടുകയും ആഹ്ലാദപ്രകടനം നടത്തുകയും ലഡുമേടിച്ച് വിതരണം ചെയ്യുകയൊക്കെ ചെയ്തവരുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. കൂടാതെ അവരുടെ മാധ്യമ പത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ മീഡിയ വൺ ചാനലിലൊക്കെ ഇരുന്നുകൊണ്ട് ഇവർ വലിയ വിസ്മയമാണ്, ഇവർ ഗംഭീരരായിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. കൂടാതെ ഇവരുടെ ആസ്ഥാന ഭജന സംഘത്തിലെ ആളായിട്ടുള്ള ഒ അബ്ദുള്ളയും ഒക്കെ വന്നിട്ട്, സീറോ അബ്ദുള്ള എന്നൊക്കെയാണ് ഇപ്പോൾ ആളുകൾ അദ്ദേഹത്തെ വിളിക്കുന്നത്, ഞാനങ്ങനെ വിളിക്കുന്നില്ല. ഒ അബ്ദുള്ളയൊക്കെ വന്നിട്ട് ചില ചാനലുകളിലിരുന്ന് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല, നല്ല ജമാഅത്തെ ഇസ്ലാമി മാറിയിരിക്കുന്നു, നല്ല ആളുകളായി മാറിയിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി അല്ല, താലിബാൻ മാറിയിരിക്കുന്നു, നല്ല ആളുകളായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഏറ്റവും ഇത് കൂടാതെ ഇതേ മീഡിയ വൺ തന്നെ ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ പൊന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെ നിങ്ങളിങ്ങനെ നാട്ടുകാരെ പറ്റിക്കുമ്പോൾ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ പറയുന്ന താലിബാനിൽ എങ്ങനെയാണ് താലിബാൻ കാശുണ്ടാക്കിയിട്ടുള്ളത്? അതൊന്ന് പറയട്ടെ. ഈ ഭരിക്കാൻ അവർ കയറുന്നതിന് മുമ്പ് എങ്ങനെയാണ് കാശുണ്ടാക്കിയിട്ടുള്ളത്? ലോകത്തിലെ 80% വരുന്ന ഹെറോയിൻ എന്ന് പറയുന്ന മയക്കുമരുന്ന്, ഹെറോയിൻ എന്ന് പറയുന്ന മറ്റേ ഹെറോയിലല്ല, ഹെറോയിൻ എന്ന് പറയുന്ന മയക്കുമരുന്ന് കയറ്റുമതി ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. നേരത്തെ അത് അവർ ഇല്ലീഗലായി ചെയ്തുകൊണ്ടിരുന്നു എന്നെങ്കിലും പറയാം. ഇപ്പം എന്താണ്, ലീഗലായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലീഗലായി ചെയ്തുകൊണ്ടിരിക്കുന്ന താലിബാൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായിട്ടുള്ള ആ താലിബാനെയും അവിടെയുള്ള ആളുകളെയും ഒക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി അടുത്ത ഫ്ലൈറ്റിൽ തന്നെ കാബൂളിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മാത്രമാക്കണ്ട, ഞാൻ പറയുന്നത് ഈ ഒ അബ്ദുള്ളേനെ വിളിക്കാം, അതുപോലെ തന്നെ സീതാബീദിനെ വിളിക്കാം, പിന്നെ നമ്മുടെ അജിംസിനെ വിളിക്കാം. ഇവരൊക്കെ തന്നെ കേഡർമാരാണല്ലോ. കൂടാതെ നിഷാദ് റാവുത്തരെ കൂടി വിളിച്ചുകൊണ്ട്, പിന്നെ കൂടാത്തിൽ ഇനി ആരെങ്കിലും അസിസ്റ്റ് ചെയ്യാൻ ആളുകൾ വേണമെങ്കിൽ ഈ അടുപ്പുകൂട്ടി ചർച്ചയുടെ നടുക്കിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരെയൊക്കെ കൂടി വിളിച്ചുകൊണ്ട് നിങ്ങൾ നേരെ വണ്ടി കയറിയിട്ട് എന്ത് ചെയ്യൂ, കാബൂളിൽ ചെന്നിറങ്ങും. എന്നിട്ട് എല്ലാ താലിബാൻമാരെയും വിളിച്ചു കൂട്ടൂ. ഒരു വേണമെങ്കിൽ 100 പേരെ ഇത് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ 70,000-80,000 പിന്നെ താലിബാനുകാരേ ഉള്ളൂ. അവരെ കണ്ടിട്ട് പറയും ഈ ഹെറോയിൻ വിൽപ്പന നിർത്തണം, ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, ഇത് ഖുറാനിലോ അല്ലെങ്കിൽ ഹദീസിലോ ആയത്തുകളിലോ ഒന്നും ഉള്ളൊരു പണിയല്ല, ഇത് പടച്ച അള്ളാവിന് നീക്കുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളാരും സ്വർഗത്തിൽ പോകില്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്ക്. അപ്പോൾ അതുകൂടി ചെയ്ത് ഓപ്പറേഷൻ തൂഫാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുമൊക്കെ മുൻകൈ എടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞാൻ വിടവാങ്ങും. ടോപ്പിക്കുമായി ബന്ധമുള്ള കാര്യമല്ല, അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു മെമ്പർഷിപ്പാണ്. ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ട്, വളരെ ചെറിയ തുകകളാണ്, എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, ഏതാനും ചില വീഡിയോകൾ നേരിട്ട് കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത്, നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. അതല്ല, നിങ്ങൾക്ക് നേരിട്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്, അതിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ സപ്പോർട്ടെല്ലാം വേണ്ടി വരുന്നത് ഈ ചാനൽ നടത്തിക്കൊണ്ടു പോകാൻ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു പുതിയ ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുബോധത്തിനും അപ്പുറം, ജനകീയ പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. ഈ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന തെറ്റായ, ചിലപ്പോഴും അവരുടെയൊക്കെ അജണ്ടകൾക്കനുസരിച്ചുള്ള വാർത്തകൾ മാത്രം കേൾക്കണമെന്ന് താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയാണ് ആ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതിൽ നമ്മൾ വളരെ സത്യസന്ധമായ, മാധ്യമങ്ങൾ നിങ്ങളോട് പറയാത്ത വലിയ പോഡ്കാസ്റ്റുകളാവും ഉണ്ടാവുക. ഏറ്റവും ഒരു സബ്സ്ക്രിപ്ഷൻ പോലും ഇല്ലാതിരുന്നപ്പോൾ നമ്മൾ ആദ്യത്തെ പോഡ്കാസ്റ്റ് ഇട്ടിരുന്നു. ആ പോഡ്കാസ്റ്റ് ഇട്ടിട്ട് പോലും അത് 18,000-ലധികം പേര് കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും അടുത്ത പോഡ്കാസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അത് 2 ദിവസങ്ങൾ കൊണ്ട് 1,12,000-ലധികം പേര് കണ്ടിരിക്കുന്നു. വലിയ സന്തോഷം. ആ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്
വി ഡി സതീശൻ, അതായത് പാർലമെൻ്ററി പാർട്ടിയുടെ പിന്തുണയില്ലാതെ, കോൺഗ്രസിൻ്റെ പിന്തുണയില്ലാതെ, ഹൈക്കമാൻഡിൻ്റെ ഇഷ്ടമില്ലാതെ പോലും വി ഡി സതീശൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത്, അദ്ദേഹത്തിൻ്റെ പുറകിൽ ആരാണ് കോടികൾ വാരിയെറിഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കഥയാണ് ആ പോഡ്കാസ്റ്റിൽ പറയാനുള്ളത്. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അത്തരത്തിലുള്ള നിരവധി പോഡ്കാസ്റ്റുകൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമുക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 2 മാത്രമേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ആഴ്ചയിൽ 1 ചെയ്യണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം. കഴിയാത്തവർ വിഷമിക്കേണ്ട. നമ്മളുടെ വീഡിയോകൾ കണ്ടുകൊണ്ടും അതുപോലെ അഭിപ്രായങ്ങൾ വിമർശനങ്ങളുമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം.